ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അടുത്ത മോഡ്യൂളിലെ മോക്ക് ടെസ്റ്റ് ആണ് ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 7 സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലാൻ ചെയ്തിരുന്നത് ആക്ച്വലി 8-ാം തീയതിയായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, നിങ്ങൾക്ക് ഇനിയും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അടുത്ത മോഡ്യൂളിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടൈം എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 7ന്റെ മോക്ക് ടെസ്റ്റ് ആണ്. മൊഡ്യൂൾ 7 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബിൽഡിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ് പ്രോസസ്സ്, റെസിസ്റ്റൻസ് ബിൽഡിങ്, ഇലക്ട്രോസ്ലാഗ് ബിൽഡിംഗ്, അല്ലെങ്കിൽ സബ്മർജ് ആർക്ക് ബിൽഡിംഗ്, അങ്ങനത്തെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകൾ നടത്തിയ പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ. ആ 10 ക്വസ്റ്റ്യൻസ് ടൈമിങ് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുക. അപ്പം അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻസിലേക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. ആദ്യം തന്നെ ഈച്ച് ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. 30 സെക്കൻഡാണ് ഓരോ ക്വസ്റ്റ്യനും കൊടുക്കുക. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം എഴുതിയത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത്. അപ്പോൾ ഈ ഉത്തരങ്ങൾ നിങ്ങൾ ഗൂഗിൾ ഫോം, ഈ വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പാരലൽ ചെയ്യണം അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളപ്പോൾ എഴുതി വെച്ചിട്ട് അത് വെച്ച് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്കും ഓരോ തെറ്റുത്തരത്തിന് -1/3 ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആണ്. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ് വെച്ച് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ 10 സെക്കൻഡ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് അതിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 30 സെക്കൻഡാണ് തരുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് കരുതുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്, നിങ്ങളുടെ സ്കോറും കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ ഉത്തരം അനുസരിച്ച് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി വേറെ പഴയ വീഡിയോസ്, പഴയ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഈ ചാനൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പ്രിപ്പറേഷന് വേണ്ടിയാണ്. അപ്പം ഈ കറസ്പോണ്ടിങ് ചാനൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഡെയിലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്സ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആ മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് നടത്തുന്ന ഡേറ്റുകളാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണാം. ഒക്ടോബർ 1 തൊട്ടുള്ള സ്റ്റഡി പ്ലാൻ 50 സ്റ്റഡി പ്ലാൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി പ്ലാൻ നോക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ മേളിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നോക്കുക. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് മോക്ക് ടെസ്റ്റുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞത് മോഡ്യൂൾ 7ൻ്റെ മോക്ക് ടെസ്റ്റാണ് കഴിഞ്ഞത്. ഇനി അടുത്ത് മോഡ്യൂൾ 8ൻ്റെ മോക്ക് ടെസ്റ്റ് 12-ാം തീയതി ഉണ്ടാവും. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കാം. മോഡ്യൂൾ 8 എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനെല്ലാം അവസാനം എല്ലാ മോഡ്യൂളുകളുടെയും മോക്ക് ടെസ്റ്റിൻ്റെ അവസാനം ഒരു ഫുൾ ഡേ ലൈവ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിരിക്കാം. ഓക്കെ. ഇപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിങ്ങിന് മോഡ്യൂൾ 8 ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് 12-ാം തീയതിയാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർ ഇനിയും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതുവരെ മോഡ്യൂൾ 7 വരെയുള്ള മോക്ക് ടെസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് റെഡി ആയിരിക്കുക. നമുക്ക് അടുത്ത മോഡ്യൂളിലേക്കുള്ള 12-ാം തീയതിയാണ് മോക്ക് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് സമയമെടുത്തു. 25-ാം തീയതി പരീക്ഷ. അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആകും. 20-ാം തീയതി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. അതിനുവേണ്ടി അത് ലൈവ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി പ്രിപ്പയർ ആയി നമുക്ക് നമ്മുടെ PSCക്ക് ചോദിക്കുന്ന പോലെ 90 മിനിറ്റ് ലൈവായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കുക. ഓക്കെ. താങ്ക് യു.